ഹായ് ഹലോ, എന്തെടുക്കുന്നു? എല്ലാവർക്കും സുഖമാണല്ലോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമുക്കിന്നൊരു അടിപൊളിയായിട്ടുള്ളൊരു പുഡിംഗ് നമുക്ക് റെഡിയാക്കിയാലോ? നമ്മുടെ കയ്യിൽ നിസ്സാരം ബ്രെഡ് ഇരുന്നാൽ മാത്രം മതി ഇതേപോലെ അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമുക്ക് വേഗം റെഡിയാക്കി എടുക്കാൻ പോവാം. ആദ്യം പുഡിങ്ങിന് ആവശ്യമുള്ള പാലിനെ നമുക്ക് ചൂടാക്കിയെടുക്കാം. ആ സമയത്തിൽ നമുക്ക് പുഡിങ്ങിന് ആവശ്യമുള്ള ബ്രെഡിന് ചെറിയ ചെറിയ പീസായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ചൂടായി വരുന്ന പാലിൽ ഒരു 3 സ്പൂണ് കസ്റ്റാർഡ് നമുക്ക് ചേർത്ത് കൊടുക്കാം. കസ്റ്റാർഡ് നമ്മൾ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കരുത്. ഇച്ചിരി പാലെടുത്ത് അതിൽ കസ്റ്റാർഡ് പൊടി ഇട്ടിട്ട് നല്ലതായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പാലിൽ കസ്റ്റാർഡ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇച്ചിരി ആഡ് ചെയ്ത് കൊടുക്കാവൂ. തീ സിമ്മിൽ വെച്ചേക്കണം കേട്ടോ. എല്ലാം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ക്രീമി രീതിയിൽ വരുമ്പോൾ ആവശ്യമുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്താൽ മതിയെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. മധുരം നിങ്ങളെ ഓപ്ഷൻസ് ആണ്. ഇനി നമുക്ക് പുഡിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്യേണ്ട ബൗളോ ചെറിയ പാത്രമോ എന്ത് വേണമെങ്കിൽ എടുത്തോ. അതിൽ ബ്രെഡിൻ്റെ ഒരു ലെയർ നമുക്ക് അടുക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ കസ്റ്റേർഡ് മിക്സ് ഉണ്ടല്ലോ, അതിനങ്ങനെ ഒരു മടിയും കൂടാതെ ഒഴിച്ചു കൊടുക്കാം. അടുത്ത ലെയറിൽ പിന്നെയും ബ്രെഡ് നമുക്ക് അടുക്കി കൊടുക്കാം. അടുത്തും ആ ക്രീമി മിക്സിനെ നമുക്കൊന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ എത്ര സ്റ്റെപ്പ് നിങ്ങൾക്ക് ലെയർ ചെയ്യാൻ പറ്റുന്നോ അത്ര സ്റ്റെപ്പ് നിങ്ങൾ ലെയർ ചെയ്തെടുക്കണം കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് നട്ട്സ് നിങ്ങൾക്ക് ഇടയിൽ ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ടോപ്പ് ലെയറിലാണ് ഞാൻ നട്ട്സ് ചേർത്തത്. ഈ നട്ട്സ് ചേർക്കുന്നതെല്ലാം ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അങ്ങനെ അറേഞ്ച്മെൻറ്റ് ചെയ്ത് തന്നെ നമുക്കൊന്ന് ഫ്രീസ് ചെയ്തെടുക്കണം. 2 മണിക്കൂറോളം ഫ്രീസറിൽ വച്ചേക്കണം കേട്ടോ. അങ്ങനെ 2 മണിക്കൂറായിട്ടുണ്ട്. നല്ല രീതിയിൽ ആ ബ്രെഡെല്ലാം സോഫ്റ്റ് ആയിട്ടുണ്ട്. എൻ്റെ പൊന്നു മോനെ, അടിപൊളി സാധനമാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മെയിനായിട്ട് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ ബ്രെഡ് കിട്ടുമ്പോൾ ഈ പുഡിംഗ് തന്നെ ട്രൈ ചെയ്യത്തുള്ളൂ.